ഇന്ന് ഞങ്ങളെ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഈ ലൈവിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. നമ്മൾ പാടാൻ പോകുന്നത്, നമ്മൾ ക്ഷീണിതൻ ആകുമ്പോൾ തോളത്തൻ വഹിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവാണ്. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ നിന്ന് താലോലിക്കാനും വഹിച്ച് നടത്താനും നമ്മുടെ യേശുവിന് കഴിയും. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയാസമാകുമ്പോൾ നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത്, നമ്മൾ ക്ഷീണിതനാകുമ്പോൾ തോളത്തൻ വഹിച്ച് ലാലിച്ച് എന്നെ നടത്തും അപ്പനെ എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയാസങ്ങൾ, ക്ഷീണം വന്നാലും ദൈവം അതിനെ നമ്മളെ തോളത്തൻ വഹിച്ച് നടത്തുന്ന കർത്താവാണ് നമ്മുടേത്. ഞങ്ങളെ ഈ ലൈവിൽ വീക്ഷിക്കുന്നവർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ, പ്രയാസങ്ങൾ വന്നാലും യേശുവച്ചൻ നമ്മളെ കരത്തിൽ ചേർത്ത് പിടിച്ച് നമ്മളെ പരിപാലിക്കുന്ന യേശുവച്ചനാണ്. എന്ത് പ്രയാസം വന്നാലും യേശുവച്ചൻ അത് കണ്ട് നമ്മളെ താലോലിച്ച് അത് അത്ഭുതം വിഷയമാക്കി തരുന്ന അപ്പനാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവർ ഒന്നുകൊണ്ടും ഭാരപ്പെടാതെ, പ്രയാസപ്പെടാതെ നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാൽ നമുക്ക് വലിയ അത്ഭുതമാക്കി ദൈവം പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി തരുന്ന അപ്പനാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. യേശുവേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ നീ എനിക്കായി ചെയ്തതും
അങ്ങേക്കാൾ വരയും നീരെയും സ്നേഹിക്കുന്ന ഞാൻ യേശുവേ. കരുണാമയനേ കരുണാമയനേ അടിയനെ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ കരുണാമയനേ അടിയനെ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. ഒരുമിച്ച് പാടാമേ. കരുണാമയനേ കരുണാമയനേ അടിയനെ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ കരുണാമയനേ അടിയനെ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്റെ എന്നും ജീവനാണേ. എൻ ഭയമെല്ലാം മാഞ്ഞുപോയേ. നീ അടിച്ചാലും മാത്രമാണേ യേശുവേ. കരുണാമയനേ യേശുവേ. കരുണാമയനേ 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 അടിയനെ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ കരുണാമയനേ അടിയനെ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ കരുണാമയനേ അടിയനെ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്റെ എന്നും ജീവനാണേ. എൻ ഭയമെല്ലാം മാഞ്ഞുപോയേ. നീ അടിച്ചാലും മാത്രമാണേ യേശുവേ. കരുണാമയനേ യേശുവേ. കരുണാമയനേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ആമേൻ ഇന്ന് പകലിലും സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെ ഇവിടങ്ങളായി നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് പകൽ ആമേൻ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ
മനസ്സലിയുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ഹൃദയം നുറുങ്ങിയവർക്ക് ആശ്വാസമായി, താങ്ങായി, തണലായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട് ആമേൻ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത കൃപയിൽ ആശ്രയിച്ച് ആമേൻ അവർ പാടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. കരുണാമയനെ ആമേൻ. ഹല്ലേലൂയ. ഒരു കണ്ണിനും കനിവ് തോന്നാതിരുന്നപ്പോൾ ആമേൻ കരുണാമയന്റെ കണ്ണ് നമ്മളെ കണ്ടതുകൊണ്ട് ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഹല്ലേലൂയ ഇടയായി തീരുന്നവർ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ലോകം മുഴുവൻ അനേകര് ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുമ്പോൾ ആമേൻ ദൈവം തന്റെ മക്കളെ അവിടെവിടങ്ങളായി സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി നന്ദിയുടെ ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പകലിന്റെ മണിക്കൂറുകളിൽ ഞാനും ആമേൻ പ്രിയപ്പെട്ടവരും ആമേൻ ഇന്ന് രാത്രി ലൈവിൽ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ആയിരുന്നെടുത്ത് അങ്ങ് കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടുങ്ങളായി അങ്ങയുടെ മക്കളെ സൂക്ഷിച്ച, പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിച്ച ആമേൻ ഈ സമയം ഞങ്ങളോടൊപ്പം ഈ ലൈവിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. ഇന്ന് രാത്രിയിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വ്യക്തിപരമായി രുചിച്ചറിയത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുവാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഭാവികൾ മനം തെരിയത്തക്ക വിധത്തിൽ, രോഗികൾ സൗഖ്യമാകത്തക്ക വിധത്തിൽ, പിന്മാറ്റക്കാർ മടങ്ങി വരത്തക്ക വിധത്തിൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രിയും വെളിപ്പെടുത്തുവാൻ അങ്ങ് ശക്തനാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിപ്പാൻ ഉയരത്തിലെ കൃപാടിയെ നൽകിയാൽ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തിയാൽ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലകൾ പാടകി ലാടിച്ച
സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസ ജീവിതം പാടകിൽ ഞാൻ. സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. അതെ, ഹല്ലേലൂയ. അതെ, കഷ്ടതയുടെ നടുവിലും കണ്ണുനീരിന്റെ താഴ്വരയിലും കൈവിടാതെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതാ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഭാരങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, ഹല്ലേലൂയ, ആമേൻ, കൈവിടാതെ കണ്ട് കൈപിടിച്ച് നാൾത്തോറും ആമേൻ നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് പകലും അവന്റെ സാന്നിധ്യം അനുഭവിച്ചെങ്കിൽ അതരങ്ങളെ തുറന്ന് ആ കരങ്ങളടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് രാത്രി അനുഭവിക്കത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ആ കേൾവിക്കാരായിരിക്കാതെ, കാഴ്ചക്കാരായിരിക്കാതെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കരമടിച്ച് പ്രതികരിക്കുവാൻ, ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ ആര് തയ്യാറാകുമോ? സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും ആമേൻ ഇറങ്ങി വന്ന് ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആമേൻ അതെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ദൈവവചനം ശ്രദ്ധിക്കുവാനായി ആമേൻ തയ്യാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ധ്യാനിക്കുവാനായി, ചിന്തിക്കുവാനായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ 23-ാമത്തെ രാത്രി. ഹല്ലേലൂയ. കൃപയാ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ, എന്നെ ശക്തീകരിച്ച, എന്നെ ബലപ്പെടുത്തിയ സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കാം. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി കൈകളെ കാണുക, എന്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, അവസാനം വരെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞാനും നിങ്ങളും അകത്തോട്ടെടുക്കുന്ന ശ്വാസം ആമേൻ അവസാന സമയം വരെ, അതെ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുവാൻ ദൈവം അവസരം നൽകുന്നുവോ അത്രയും കാലം ആ അവസാനത്തെ ശ്വാസം പോകുന്നത് വരെ ഹല്ലേലൂയ ആമേൻ വിശ്വസിക്കുവാൻ ഹല്ലേലൂയ ക്ഷണം ആമേൻ വിളി ആമേൻ ലഭിച്ചവർ, ആ വിളി കേട്ട് ഇറങ്ങിയവർ, അവനെ അനുഗമിക്കുന്നവർ ഇന്ന് രാത്രി കഷ്ടതയുടെ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ അതെ കുലുങ്ങിപ്പോകാതെ പതറിപ്പോകാതെ അതെ വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വിശ്വസിച്ച് ഇന്ന് രാത്രി ലൈവിൽ എന്നോടൊപ്പം ആയിരിക്കുന്നവർ ആ കരമടിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിക്കുവാൻ ആമേൻ വിളിച്ച ആമേൻ വിളി കേട്ട് അവനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ ഒരുവൻ
ഹല്ലേലൂയ. തോമസ് AD 52 ആമേൻ ഇന്ത്യയിൽ വിശേഷാൽ കേരളത്തിൽ ആമേൻ തോമസ് അപ്പോസ്തലൻ ആമേൻ വരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ആ തോമസിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ വിരൽ ഇട്ട് എന്റെ കൈകൾ നോക്കുവിൻ. ഹല്ലേലൂയ. നിന്റെ കൈ നീട്ടി എന്റെ അരികിലേക്ക് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. അതെ, നിങ്ങൾ അവിശ്വാസികളായിരിക്കാതെ വിശ്വസിക്കുക. ഇന്ന് രാത്രിയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരെ, വിശ്വാസത്തെ ചോദ്യം ചെയ്യത്തക്ക വിധത്തിലുള്ള ആമേൻ പരിശോധനകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. ആമേൻ. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക. ഹല്ലേലൂയ. എന്തിനാണ് ആമേൻ കാണിപ്പാടുള്ള കൈ കാണാൻ വേണ്ടി കൈ നീട്ടാൻ പറഞ്ഞത്? ഹല്ലേലൂയ. ആമേൻ. അതെ, ആ പച്ച ആ പൈമര കുരിശിനോട് ചേർത്ത് കാരിലും വാണി തറച്ച് തുളച്ച ആ കരമില്ലേ? ഹല്ലേലൂയ. ആ കരം കണ്ടാൽ പോരാ, നിന്റെ കരമൊന്ന് നീട്ടി ആ ആണിപ്പാടുള്ള ആ തുളയിൽ. ഹല്ലേലൂയ. ആമേൻ. അതെ, നീ കാണുന്നില്ലേ? ആ കാണുന്ന ആമേൻ ആ വിലാപ്പുറത്ത് എന്ത് ചെയ്യുക? ഇടുക. പ്രൈസ് ജീസസ്. ഇന്ന് രാത്രി കേട്ടുപോകുവാനല്ല, കണ്ടുപോകുവാനല്ല, അനുഭവിക്കത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും പ്രവർത്തിപ്പാൻ ശക്തനായവൻ അവന്റെ മുഴു സാന്നിധ്യവുമായി നീ ഇരിക്കുന്ന റൂമിനകത്ത് ഇറങ്ങി വരുവാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച് ആമേൻ ഡോറടച്ചിരിക്കുന്ന റൂമിനകത്ത് ആമേൻ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ഇറങ്ങി നിന്ന് ഹല്ലേലൂയ അത് പറയുകയാണ്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്റെ ആ അവിശ്വാസത്തെ ശാസിച്ച് വിശ്വാസത്തിൽ എന്നെയും നിങ്ങളെ ഉറപ്പിക്കുവാൻ ശക്തനായവൻ അവന്റെ ആത്മ സാന്നിധ്യം ഇന്ന് രാത്രി അത് ആയിരിക്കുന്ന റൂമിനകത്ത് പകരുവാൻ ദൈവം ശക്തനാണ്. ഒരുപക്ഷെ നിന്റെ രോഗത്തെ കുറിച്ച്, ഒരുപക്ഷെ നിന്റെ കുടുംബക്കാരുടെ വിഷയത്തെ കുറിച്ച് ആമേൻ ഇന്ന് രാത്രി നീ നിരാശപ്പെട്ട് ആമേൻ ആ വിഷയം നിമിത്തം ഭാരപ്പെട്ട് ഭയപ്പെട്ട് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഭയത്തെ പുറത്താക്കി, നിന്റെ നിരാശയെ പുറത്താക്കി, നിന്റെ അവിശ്വാസത്തെ പുറത്താക്കി നീ വിശ്വാസിയായി തുടരത്തക്ക വിധത്തിൽ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ശക്തനായവൻ, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ ഇന്ന് രാത്രി അവന്റെ മകനീയ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ തന്റെ ആത്മാവിനാൽ പകരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ആമേൻ. അതെ, നാം വായിച്ച 20-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ക്രൂശീകരണത്തിന്റെ വ്യക്തമായ അടയാളങ്ങളുള്ള ഒരു യഥാർത്ഥ ശരീരം. ഹല്ലേലൂയ. ഇതാ അത് സംശയിച്ച് നിൽക്കുന്ന തോമസിന്റെ മുമ്പിൽ ഹല്ലേലൂയ നിവർന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രി അവിശ്വാസം നിന്റെ അകത്തുള്ളത് കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ആ വിടുതൽ, സൗഖ്യം, നന്മ, ആരോഗ്യം പ്രാപിക്കും കഴിയാതെ നിന്നെ ഒതുക്കിയിരിക്കുന്ന ആ മേഖലക്കകത്ത് നിന്ന് നിന്നെ വിശ്വാസത്താൽ കൈപിടിച്ചു ഉയർത്തി മാനിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അവിശ്വാസി ആകാതെ വിശ്വാസിയായിരിക്കുവാൻ തക്കവണ്ണം ഉതകുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ നിന്റെ മേൽ പകരുവാൻ ഇന്ന് രാത്രിയിലും ദൈവം ശക്തൻ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അത് എബ്രായ ബാലന്മാരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യത്തക്ക വിധത്തിൽ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. വിളംബരം പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ അല്ലാതെ, രാജാവ് പറയുന്നത് കേട്ടിട്ടല്ലാതെ ആരെങ്കിലും അതിന് വിപരീതമായി ഈ രാജ്യത്ത് ജീവിക്കുന്നുവെന്ന് കണ്ടാൽ, അത് വിശ്വസിക്കുന്നുവെന്ന് കേട്ടാൽ അവരെ പിടിച്ചു കെട്ടി എരിയുന്ന തീച്ചുളയ്ക്കകത്ത്
എറിഞ്ഞ് അത് ദഹിപ്പിക്കുമെന്ന് രാജാവ് വിളംബരം കൽപ്പിച്ചപ്പോഴും ഹല്ലേലൂയ എബ്രായ ബാലന്മാർ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഉറച്ച വിശ്വാസത്തോടെ അവൻ ആ രാജാവിന്റെ മുമ്പിൽ ഉറച്ചു നിന്ന് ഇങ്ങനെ പറഞ്ഞു, രാജാവേ, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ വണങ്ങുന്ന പ്രശ്നമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും അതെ ഞങ്ങളുടെ തീരുമാനത്തെ മാറ്റുന്ന വിഷയമില്ല. ഇന്ന് രാത്രി വിശ്വാസത്തോടെ അതെ ചുവടുവെക്കുന്ന ദൈവത്തിന്റെ പൈതല് അതെ തീച്ചുളയുടെ ആ കാഠിന്യത ഏഴിരട്ടി വർദ്ധിപ്പിച്ചാലും അതിനകത്ത് ഇറങ്ങി വന്ന് വിശ്വസിച്ച് ചുവടുകൾ വെച്ച അതെ എബ്രായ ബാലന്മാരെ തീച്ചുളയ്ക്കകത്ത് നിന്ന് പോറലേൽക്കാതെ പൊള്ളലേൽക്കാതെ അതെ പുറത്ത് അവൻ കൊണ്ടുവന്ന ആ ദൈവം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ഭീഷണിയുടെ മുമ്പിൽ, നീ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, നീ ആയിരിക്കുന്ന ആമേൻ ആ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് ആമേൻ ഒരു പോറലും സംഭവിക്കാതെ നിന്നെ മുമ്പോട്ട് നയിപ്പാൻ ശക്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നോക്കുക, അവിശ്വസിച്ചിരിക്കുന്ന ആമേൻ ഒരു കൂട്ടം, ഭയപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ ഇന്ന് രാത്രിയിലും പേരെന്തുവാ? ദൈവ മക്കളാ. ആമേൻ. അതെ, അനുഭവം എന്താ? ഇന്നലകളിൽ യേശുവേ എന്ന് വിളിച്ചപ്പോ യേശു അത്ഭുതം ചെയ്തത് കണ്ടതാ അല്ലേ? ആ കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതങ്ങളുടെ ആരംഭമായി അതെ പച്ച വെള്ളത്തെ മുന്തിരിച്ചാറാക്കിയത് അത് കണ്ടതല്ല, അത് രുചിച്ചതാ. ഇന്ന് രാത്രിയിലും രുചിച്ചവരിതിനകത്ത് ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ. അപ്പം വർദ്ധിച്ചത് ആമേൻ കണ്ടതല്ല, വർദ്ധിപ്പിച്ച അപ്പം ആമേൻ അതെ നുറുക്കി കൊടുത്തതാ. ആമേൻ തൃപ്തിയാകുവോളം കൊടുത്തതാ. ശേഷിച്ചത് ആമേൻ കൊട്ടയിൽ അതെ ചുമ്മി വീട്ടിലേക്ക് കൊണ്ടുപോയ അനുഭവം പറയുവാനുണ്ട്. അമ്മേൻ. അതെ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച അനുഭവം പറയുവാനുണ്ട്. അമ്മേൻ. ഹല്ലേലൂയ. അതെ മഞ്ചം തൊട്ട് സൗഖ്യമാക്കുന്നത് കണ്ടതാ. അമ്മേൻ. അതെ അനുഭവങ്ങൾ അനവധി നിരവധി പറയുവാനുണ്ടെങ്കിലും അത് തോമസ് അതെ ശേഷം ശിഷ്യന്മാരും അതെ ക്രൂശീകരണം കഴിഞ്ഞ് യഹൂദന്മാരെ ഭയപ്പെട്ട് അതെ വാതിലടച്ച് റൂമിനകത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവരായിരിക്കുന്നിടത്ത് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭയത്തെ പുറത്താക്കി അവർക്ക് സമാധാനം നൽകിയവർ ഇന്ന് രാത്രി മാതാവേ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തെ ഭയപ്പെടാണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് ആ സ്വർഗീയ സമാധാനം നിന്റെ അകത്ത് പകരുവാൻ ശക്തനായവന്റെ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ വിശ്വസിക്കുന്ന മാത്രയിൽ അസാധാരണമാകുന്ന ആത്മസാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടുത്തി ഹല്ലേലൂയ ആ ഭയത്തെ പുറത്താക്കി സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അതേ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞേ, അഭിഷേകരെ നിനക്ക് വേണ്ടി ചലിക്കുന്നു. അത് അനുഭവിക്കുന്നവർ ഓ ഹല്ലേലൂയ ഇന്ന് രാത്രി അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. അത് ക്രൂശീകരണത്തിന്റെ ഹല്ലേലൂയ വ്യക്തമായ അടയാളങ്ങളുള്ള ഒരു യഥാർത്ഥ ശരീരം ആമേൻ എല്ലാവരെയും കാണിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവനായി ആമേൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി അതെ വെള്ളോട്ടിന് സദൃശമായ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച കാലുള്ളവനായി ഹല്ലേലൂയ. ഓ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ ഇന്ന് രാത്രി അതേ ഏകാന്തതയിൽ കിടന്ന ആമേൻ പത്മോസിന്റെ അനുഭവത്തിൽ കിടന്ന യോഹന്നാൻ ദർശിച്ചു. ഇന്ന് രാത്രി ആ കർത്താവിനെ എത്ര പേർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? അത് നീ കേട്ടിട്ടുണ്ട് മാതാവേ. ഇന്നലകളിലെ നിന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് വാദോരാതെ പറയുവാൻ ഒത്തിരി അനുഭവമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ചില വിഷയത്തിനകത്ത് നീ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് ആത്മാവ് പറയുന്നു. അതെ ഭയപ്പെട്ടിരിക്കുന്ന നിന്നോട് സഹോദരി, അതെ നിന്നോട്, അതെ ആ കുഞ്ഞിന്റെ വിഷയമില്ലേ ഹല്ലേലൂയ അത് എന്താകുമെന്ന് ഓർത്ത് നീ നിരാശപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്റെ നിരാശയെ പൂർണ്ണമായി നീക്കുവാൻ ശക്തനായവർ ഇന്ന് രാത്രി നിന്റെ അരികിലുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതെ
തോമസിന്റെ ആ പുനരുത്ഥാനത്തിനുള്ള ആ തെളിവുകൾ ആമേൻ സ്വീകരിക്കണമെന്ന് യേശു എന്തിയാണ് നിർബന്ധിക്കുകയാണ്. ഇന്ന് രാത്രി അതെ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ മീഡിയയിലൂടെ ഈ ലൈവിലൂടെ ഈ സത്യ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതിന് വിശ്വസ്തനെന്ന് എണ്ണി എന്നെ ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന എന്റെ കർത്താവിന് 1000 സ്തുതി സ്തോത്ര യാഗങ്ങൾ ഇന്ന് രാത്രി ഞാൻ കരയിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അത് തോമസിന്റെ പുനരുദ്ധാനത്തിനുള്ള തെളിവുകൾ സ്വീകരിക്കണമെന്ന് യേശു എന്തിയാണ് തോമസിനെ നിർബന്ധിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അവിശ്വാസിയാകരുത്. എന്ത് ചെയ്യണം? വിശ്വാസിക്കണം, വിശ്വാസിയായി ജീവിക്കണം. ഹല്ലേലൂയ. ആമേൻ. എന്നത് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എന്നോടും നിങ്ങളോടും വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരോടും ഹല്ലേലൂയ യേശു കർത്താവ് പറയുന്ന ഒരേ ഒരു വാക്കാണ് വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ഇതാരോടാ പറഞ്ഞേ? ആമേൻ. പ്രിയനായവൻ ദീനമായി കിടന്നപ്പോൾ ഹല്ലേലൂയ അരുമനാഥനോട് അറിയിച്ചു. ഹല്ലേലൂയ. അരുമനാഥൻ വരാൻ വൈകിപ്പോയി. ഹല്ലേലൂയ. 1 മണിക്കൂറല്ല വൈകിയത്, 1 ദിവസമല്ല വൈകിയത്. ഹല്ലേലൂയ. 2 ദിവസമല്ല വൈകിയത്, 3 ദിവസമല്ല വൈകിയത്, 4 ദിവസമല്ല വൈകിയത്. ഹല്ലേലൂയ. അവൻ ദീനമായി കിടക്കുന്നത് എപ്പോഴായിരുന്നു? അപ്പോൾ അറിയിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവൻ വന്നത് അതെ 4 നാൾ കഴിഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതെ നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഹല്ലേലൂയ നീ കരയാൻ തുടങ്ങിയിട്ട് ആമേൻ, നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ആമേൻ 1, 2, 3, 4, 5, 6, 7 ആമേൻ ചില കൊല്ലങ്ങൾ പിന്നിട്ടേക്കാം. എന്നാൽ ഇന്ന് രാത്രി അതെ സ്വർഗം പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക മാത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അവിശ്വാസം നിന്റെ അകത്ത് പറയുന്നു, അതെ ദീനമായി കിടന്നപ്പം അറിയിച്ചിട്ട് വന്നില്ലല്ലോ. ഹല്ലേലൂയ. അതെ ദീനം ആമേൻ അതെ കഠിനമായി. ഹല്ലേലൂയ. ആമേൻ. അതെ പെട്ടി വാങ്ങാൻ വിട്ടപ്പോഴും വന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. പെട്ടിക്കകത്ത് കുളിപ്പിച്ച് കടത്തിയപ്പോഴും വന്നില്ലല്ലോ. ആമേൻ. അതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് സിമെട്രിയിലേക്ക് ആമേൻ പോയപ്പോഴും ആമേൻ വന്നില്ലല്ലോ. ആമേൻ. അതെ സിമെട്രിക്കകത്ത് വെച്ച് ആമേൻ അതെ ആ കല്ലറയുടെ ആ വാതില് കല്ല് ഉരുട്ടി വെച്ച് അടച്ചപ്പോഴും വന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, അതെ നിന്റെ കുഞ്ഞിനെ ആമേൻ അതെ വേദനയാണെന്ന് പറഞ്ഞപ്പോ നീ കരഞ്ഞു അല്ലേ? നീ നിരാശപ്പെട്ടല്ലേ? നീ സങ്കടപ്പെട്ടല്ലേ? ആമേൻ. നിന്റെ സങ്കടം കണ്ട ആരും വന്നില്ലെന്നില്ല, പലരും വന്നു. പക്ഷേ അവർക്കൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. നിന്നിൽ ഒരുവനെ പോലെ ഒരുവളെ പോലെ കരയാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അവരുടെ കയ്യിലിരുന്ന ആമേൻ വലുതും ചെറുതുമായ അതേ തുട്ടുകൾ തന്ന് സഹായിക്കാൻ സാധിച്ചു. പക്ഷേ ആമേൻ അതെ എടുത്തുകൊണ്ടുപോയി ആമേൻ അതെ പഠിച്ചതും ആമേൻ അതെ അറിഞ്ഞതുമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് ഇപ്പോഴും ആമേൻ ശാശ്വതമായ പരിഹാരം കാണുവാൻ കഴിയാതെ നിരാശപ്പെട്ട് ഭയപ്പെട്ട് സങ്കടപ്പെട്ട് ആയിരിക്കുന്നുവെങ്കിൽ 4 നാളായാലും നാറ്റം വമിച്ചാലും പുഴു അരിച്ചു തുടങ്ങിയാലും അതെ വിശ്വസിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ അതെ വാക്കിനാൽ അതെ പുഴു അരിച്ചവൻ ഉശലോടെ ഹല്ലേലൂയ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ അല്ല ജീവിതത്തിൽ ആമേൻ ഒരുമിച്ച് സന്തോഷിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ആമേൻ ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ അവന്റെ ശബ്ദത്തിൽ പുഴുവരിച്ചു തുടങ്ങിയ ലാസർ ഉശിരോടെ ആമേൻ വെളിയിൽ വന്നെങ്കിൽ ഹല്ലേലൂയ ഇതാ തോമസ് അവിശ്വാസിയായി ഇരിക്കത്തക്ക വിധത്തിൽ പിശാച് അവന്റെ അകത്ത് മന്ത്രിച്ച് അവനെ ഒതുക്കിയിട്ടിരിക്കുന്നിടത്ത് സ്വർഗം ഇറങ്ങി വന്ന് അവനെ ഒതുക്കുന്ന പിശാചിനെ പൊട്ടിച്ച് അവൻ അവിശ്വാസിയാകാതെ വിശ്വാസിയായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ക്രൂശിക്കപ്പെട്ടവൻ അതെ
ഇറങ്ങി നിൽക്കുകയാ ഇന്ന് രാത്രി. അതെ, നിന്റെ വിശ്വാസത്തെ അവൻ ചെറുതാക്കുന്ന, നിന്റെ വിശ്വാസത്തെ കുറയ്ക്കുന്ന, അവൻ നിന്നെ അവിശ്വാസിയാക്കുന്ന, അവൻ പൈശാചിക മണ്ഡലത്തെ തകർത്ത് നീ ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിക്ക് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, മഹത്വം കാണണമെങ്കിൽ, മഹത്വം വെളിപ്പെടണമെങ്കിൽ only faith. ഇന്ന് രാത്രി അതെ അവിശ്വാസം, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ പ്രവർത്തിക്ക് തടസ്സമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശരീരം ആമേൻ പ്രതീക്ഷിച്ചു, വർഷങ്ങളായി ഒരുപാട് ഉപവസിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, വർഷമായിക്കൊണ്ടിരിക്കുകയാ, പൊട്ടി ഒലിച്ചോണ്ടിരിക്കുകയാ. ഇതേ ഇന്ന് രാത്രി ആ ഒലിക്കുന്നില്ലേ, ആ മാതാവേ, സഹോദരി, കുഞ്ഞേ, കൂടപ്പറപ്പേ, നീ വിശ്വസിക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ നിന്റെ കണ്ണുകൾക്ക് അതെ വിശ്വസനീയമായി, അതെ അവിശ്വസനീയമായി വിശ്വസിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതെ സൗഖ്യമാക്കുവാൻ ശക്തരായവർ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. നീ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ അതെ പാടുപോലും ശിക്ഷിക്കാതെ ഹല്ലേലൂയ ആ നയമാന്റെ കുഷ്ഠത്തെ സൗഖ്യമാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ ശക്തൻ. ഉറച്ചു വിശ്വസിക്കുന്നവർ എബ്രയ ബാലന്മാർ ആ തീച്ചൂളക്കകത്തേക്ക് ആമേൻ വീഴാൻ സമർപ്പിച്ചെന്ന് ഇന്ന് രാത്രി നീ സമർപ്പിക്കുക. ആമേൻ അതെ തീച്ചൂളയുടെ ആമേൻ കാഠിന്യം 7 ഇരട്ടി വർദ്ധിപ്പിച്ചു എന്ന് കേട്ടതല്ല, അവർ കാണുകയാണ്. ആമേൻ അതെ തീച്ചൂളയുടെ ആ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിക്കുന്നത്. അവർ 1 വർദ്ധിപ്പിച്ചു, 2 വർദ്ധിപ്പിച്ചു, 3 വർദ്ധിപ്പിച്ചു, അത് 4 വർദ്ധിപ്പിച്ചു, 5 വർദ്ധിപ്പിച്ചു, 6 വർദ്ധിപ്പിച്ചു, 7 വർദ്ധിച്ചപ്പോഴും അവരുടെ തീരുമാനം മാറ്റിയില്ല. ഇന്ന് രാത്രി നിന്റെ തീരുമാനം മാറ്റാതെ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവൻ 7ാം പ്രാവശ്യം അവൻ ബാല്യക്കാരും വന്നിട്ട് പറയുകയാണ്, അതെ ചെറിയൊരു മേഘം ഞാൻ കാണുന്നു. ഇന്ന് രാത്രി അവൻ ചെറിയതാണ് നീ കാണുന്നതെങ്കിൽ നീ ഒരുങ്ങിക്കോ, വലിയൊരു കോള്, വലിയൊരു മഴ. ഹല്ലേലൂയ. ആദാമിനോട് രഥം കൂട്ടി ഓടിക്കോളാൻ പറയത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി മുഴങ്ങാൻ മടക്കുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കൂടപ്പുറപ്പിന് വേണ്ടി ഹല്ലേലൂയ അതെ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രി ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ വിശ്വസിക്കുവാൻ? അതെ തോമസിനോട് പറയുക, തോമസേ ഹല്ലേലൂയ ആ കടൽക്കരയിൽ അതെ മാനസാന്തര പ്രസംഗം നടത്തിയ ആ യേശുവില്ലേ, ആ യേശുവാണ് ഈ നിൽക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ അതെ ആ 2 കള്ളന്മാരുടെ നടുവിൽ ആമേൻ പരസ്യമായി അതെ വിലാപ്പുറം കുത്തി തുളച്ചില്ലേ, കൈകാലുകളിൽ കാലിനും പാണി അതെ അടിച്ച് കയറ്റിയില്ലേ, അതെ നിന്റെ വിരല് ഇങ്ങോട്ട് നിൽക്കുക, അതെ നീ ഒന്ന് ആ ആണിപ്പാടുള്ള അവൻ ദ്വാരത്തിലേക്ക് നീ കൈ ഒന്ന് ഇറക്കുക. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, നിന്റെ ചോദ്യം, നിന്റെ അവിശ്വാസം, നിന്റെ ഭയം പുറത്താക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ ശക്തനായവൻ, അവന്റെ വചനത്തിന്റെ ശക്തി, അവന്റെ ആത്മാവിന്റെ ശക്തി അവൻ നിന്റെ മേൽ അയച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ മുൻപോട്ട് നയിക്കുവാൻ ശക്തനായവൻ. ഹല്ലേലൂയ. തോമസിന്റെ ആമേൻ ജീവിതത്തിൽ മാത്രമല്ല, ഹല്ലേലൂയ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും, വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കത്തക്ക വിധത്തിൽ, അവിശ്വാസം പുറത്താക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ആമേൻ തുടർന്നും പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഒരു അസാധാരണമാകുന്ന പ്രവൃത്തി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ സ്വർഗം ഇന്ന് രാത്രി പകരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമസിന്റെ ആമേൻ ജീവിത അനുഭവം ഹല്ലേലൂയ അതെ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ ഹല്ലേലൂയ ആമേൻ പിടിച്ചു പറ്റുക. ഹല്ലേലൂയ. എന്താ കാര്യം? അവസാനം വരെ വിശ്വാസത്തിൽ നടക്കാൻ. ഹല്ലേലൂയ അതെ യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ് ആമേൻ അവരോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രി എന്ത് കഷ്ടതയാകട്ടെ, എന്ത് വേദനയാകട്ടെ, എന്ത് പ്രതികൂലമാകട്ടെ, ഭീഷണിയാകട്ടെ,
അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രിയിലും യേശു കർത്താവ് ഇറങ്ങി നിന്ന് പറയുകയാണ് എൻ്റെ ശബ്ദത്തിലൂടെ. ആമേൻ. ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്ന, ഈ ലൈവിലായിരിക്കുന്ന ഓരോരുത്തരോടും ആമേൻ, ഈ തീച്ചൂളയ്ക്കകത്ത്, ഈ കഷ്ടതയ്ക്കകത്ത് തീർന്നു പോകുവാനല്ല, ആമേൻ, തകർന്നു പോകുവാനല്ല, ആമേൻ, നിന്നെ വിളിച്ചിരിക്കുന്നത് ആ ഉന്നതമായ വിളി കേട്ട് ഇറങ്ങി തിരിച്ച നിന്നിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കുവാനുണ്ട്. ആ വാഗ്ദത്തം കേട്ടവർ ഇന്ന് രാത്രി ആ വാഗ്ദത്തം ആമേൻ നിവർത്തിപ്പാൻ ശക്തനായവൻ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു ചമ്മട്ടി കൊണ്ട്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് ഒന്നുപുറകെ പുറമുഴവ് ചാലുപോലെ അടിച്ച് തകർക്കുകയാണ്. ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശിഷ്യന്മാർ, ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന യെരൂശലേം പുത്രിമാർ, ഹല്ലേലൂയ, യേശുവിന്റെ അമ്മ മാറിയ, ആമേൻ, യേശുവിന്റെ ആ ശുശ്രൂഷ കാലയളവിൽ ആമേൻ, അതെ, പാപിനിയായ ആ സ്ത്രീ ആ മറിയ, ഹല്ലേലൂയ, അങ്ങനെ ഒരുപാട് പേർ യേശുവിനെ ആമേൻ ഈ പുറം അടിച്ച് തകർക്കുന്നത് കണ്ട് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും യേശുവിനെ നീ അറിയുന്നുണ്ടെങ്കിലും, യേശുവിനെ നീ കാണുന്നുണ്ടെങ്കിലും, യേശുവിനെ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും, ആമേൻ, നീ നിന്റെ മനസ്സിനകത്ത് ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ആമേൻ കണ്ട് യേശു പറയുക, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ ആമേൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവേ. ഹല്ലേലൂയ. ആമേൻ. അതെ, ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ മരിച്ചു. ആമേൻ. അവൻ അടക്കം ചെയ്യപ്പെടുന്നതുവരെ തോമസ് വിശ്വാസത്താൽ നടന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ആര്? തോമസിന്റെ കാര്യം പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തത് കണ്ടപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ആമേൻ യേശുവിന്റെ കൂടെ ഇറങ്ങി തിരിച്ച അനേകരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ സ്പർശിക്കുവാനും, ഹല്ലേലൂയ, ആ നഖങ്ങളുടെ അച്ചിലേക്കും അല്ലെ വിരലുകളിലേക്കും ആമേൻ അതേ വിരൽ ഇട്ടുകൊണ്ട്, ഹല്ലേലൂയ, അവൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, യേശു തന്നെയാണെങ്കിൽ എനിക്ക് അവനെ ഒന്ന് തൊടണം. ഹല്ലേലൂയ. ആ വിരൽ പാടി, ഹല്ലേലൂയ, കുത്തി തുളച്ച ആമേൻ ആ മുറിവിനകത്ത് എനിക്ക് എന്ത് ചെയ്യണം? ഒന്ന് തൊടണം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന, അങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തോമസിന്റെ അടുത്തേക്ക്, ഹല്ലേലൂയ, ക്രമേണ യേശു ക്രിസ്തുവിനെ ആമേൻ സ്പർശിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. ഇന്ന് രാത്രി യേശുവിനെ നിനക്ക് തൊടണം. യേശു നിന്നെ തൊടണം. യേശുവിലുള്ള സൗഖ്യം നിനക്ക് വേണോ? യേശുവിനെ ആമേൻ നിനക്ക് ആമേൻ സൗഖ്യദായകനായി അനുഭവിക്കണമോ? തോമസിനെ പോലെ ഒന്ന് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നിന്റെ അരികിലേക്ക് വരികയാണ്. നിന്റെ വിഷയം ഏതുമാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, അതെ, ആമേൻ, അവൻ ആഗ്രഹിച്ചതിൽ എന്ത് ചെയ്യാനില്ല? അതിശയിക്കാനില്ല. കാരണം എന്താ? ആമേൻ, അതെ, യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞ് അവനെ അനുഗമിക്കുവാൻ ഇറങ്ങിയവനാണ് ആമേൻ തോമസ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാൻ ഇറങ്ങിയവനാണ്. അതുകൊണ്ട് യേശു ദൈവമായിരുന്നെങ്കിൽ എങ്ങനെ ആമേൻ ഈ ക്രൂശിൽ മരിക്കും എന്നൊരു ചിന്ത അവന്റെ അകത്ത് കടന്നുകൂടി. അതുകൊണ്ടാണ് അവൻ സംശയിച്ചത്. യേശു ദൈവമാണോ? യേശു ദൈവപുത്രനാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യേശുവിന് ആ കഷ്ടതയ്ക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല? ഇന്ന് രാത്രിയിൽ ചില ചോദ്യങ്ങൾ നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ചോദ്യത്തിന് പ്രസക്തിയില്ലാത്ത വിധത്തിൽ അത് നീ സംശയിക്കുന്ന, നീ ഭയപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിന് മറുപടിയുമായി ഇന്ന് രാത്രി യേശു ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അതിന്റെ 29-ാം വാക്യം വേഗം വായിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. ഹല്ലേലൂയ. കാണാതെ വിശ്വസിച്ചോ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തോമസ് കണ്ടതുകൊണ്ടാണ് എന്ത് ചെയ്തത്? വിശ്വസിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ആ വിശ്വാസത്തെക്കാൾ അധികം ആമേൻ ആരുടെ വിശ്വാസത്തെയാണ് യേശു കർത്താവ് എടുത്തു കാട്ടുന്നത്? കാണാതെ വിശ്വസിച്ചവരെ കുറിച്ചാണ്.
ഇന്ന് രാവിലെ ആമേൻ നിനക്ക് വേണ്ടി 2020 വർഷങ്ങൾക്കപ്പുറം ആമേൻ ഈ ലോകത്തിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇന്ന് തോമസിനെ പോലെ നീ സംശയിച്ച് അത് ഭയപ്പെട്ട് ഇരിക്കുന്നതിൽ കാര്യമില്ല. നീ കണ്ണുമടച്ച് വിശ്വസിക്കുക. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് ചുവട് വെക്കുക. ഹല്ലേലൂയ. ഊരിൽ ഉരിയാടാത്ത ബിംബത്തെ വാർത്തുണ്ടാക്കി നിത്യ ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന അബ്രഹാമേ എന്ന് വിളിച്ച വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് എപ്പോ ആമേൻ അബ്രഹാമിന്റെ ഭാര്യയുടെ ആമേൻ ഗർഭപാത്രം നിർജീവമായിട്ടും ഹല്ലേലൂയ തന്റെ ശരീരം പുത്ര ഉൽപാദനത്തിന് ശേഷിയില്ലാതായിട്ടും ഹല്ലേലൂയ ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. ഇന്ന് രാത്രി ആമേൻ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. മുട്ടിയ വാതിലുകളെല്ലാം അടയപ്പെട്ടു. ആമേൻ തരാമെന്ന് പറഞ്ഞവരെല്ലാം മറന്നുപോയി. ആമേൻ അതെ കരുതാമെന്ന് പറഞ്ഞവരെല്ലാം അതെ മറന്നു കളഞ്ഞു. ഇന്ന് രാത്രി ആമേൻ കഷ്ടതയ്ക്കകത്ത്, പ്രതികൂലത്തിനകത്ത്, പ്രതിസന്ധിക്കകത്ത് ആമേൻ കടന്ന് ആമേൻ അയ്യം വിളിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ ഇന്ന് രാത്രി ആ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വന്ന് തന്റെ ജനത്തെ അതെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായവർ കാലത്തിന്റെ തികവെങ്കിൽ ഇവിടേക്ക് ഇറങ്ങി വന്നത് സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിക്കുവാനല്ലവൻ വന്നത്. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ അവൻ ശക്തനാണ്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ അവൻ ശക്തനാണ്. ഇന്ന് രാത്രിയിലും അവനെ മാത്രം വിശ്വസിക്കുവാൻ, എന്നിലും അവൻ അല്ലെങ്കിൽ ദൈവത്തിലും അല്ല, എന്നിലും എന്റെ പിതാവിലും എന്നെ അയച്ചവനിലും വിശ്വസിപ്പി. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രിയിലും ഹൃദയം കലങ്ങിപ്പോകത്തക്ക വിധത്തിലുള്ള ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ തിരമാലകൾ ഉയർന്നു പോകുന്നത് പോലെ ഇന്ന് പകലിലും ഉയർന്നു പൊങ്ങിയ നിന്റെ അതേ ജീവിതത്തോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് ഇന്ന് രാത്രി സ്വർഗം തന്റെ വചനത്തിലൂടെ അരുളി ചെയ്യുന്നു. അതെ, എന്നിൽ വിശ്വസിപ്പി. ഹല്ലേലൂയ. എന്നെ അയച്ച ദൈവത്തിൽ വിശ്വസിപ്പി, എന്റെ വചനത്തിൽ വിശ്വസിപ്പി. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങി പോകരുത്. അയ്യോ, ആ വിഷയം കേട്ട് ഇന്ന് രാത്രി ഹൃദയം കലങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആമേൻ അതിനോട് ടാറ്റ പറഞ്ഞ് ആ പ്രശ്നത്തെക്കാൾ വലിയവൻ എന്റെ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനെ വിശ്വസിക്കുവാൻ നീ തയ്യാറാകുക. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ, കർത്താവായ യേശുവിന്റെ വാക്കുകൾ ഹല്ലേലൂയ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഹല്ലേലൂയ. അതെ, യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ താൻ കർത്താവും ദൈവവുമാണെന്ന് തോമസിനോട് എന്ത് ചെയ്യുന്നു? സമ്മതിക്കുക. തോമസ് സമ്മതിക്കുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ശ്രോതാവേ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ യേശു മതിയായവനാണെന്ന് ആമേൻ നീ സമ്മതിക്കുന്നില്ലെങ്കിലും, മാതാവേ പിതാവേ സഹോദര കൂടപ്പറപ്പേ മിത്രമേ ആരും സമ്മതിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നേക്ക് 2020 കൊല്ലങ്ങൾക്കപ്പുറം ആമേൻ ജനിച്ച യേശു കർത്താവ് എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടിയാ, എന്റെ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയാ അത് മരിച്ചതെന്ന് എനിക്ക് അത് വിശ്വസിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. അതെ, 13 വയസ്സ് പ്രായമുള്ള സമയത്ത് ആമേൻ ഹോസ്പിറ്റലിൽ അത് എടുത്തുകൊണ്ടുപോയി. അത് ഒരു ഓപ്പറേഷൻ വിധേയനായി. ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ തന്ന് മയക്കി. ആമേൻ. കുറച്ച് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വെളി വന്നിട്ട് പറഞ്ഞു, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഹല്ലേലൂയ. ശരീരത്തിൽ ഒരു അവയവം റിമൂവ് ചെയ്തു. ആമേൻ. എന്നാൽ ആമേൻ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ആമേൻ. ഇനി ദൈവത്തെ കൊണ്ടല്ലാതെ ആമേൻ ഉണർത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനർത്ഥം ആമേൻ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നുവെന്നാ. ആ പ്രതീക്ഷ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് പ്രതീക്ഷ നൽകുവാൻ കഴിയുന്ന കർത്താവിൽ വിശ്വസിച്ച എന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂടപ്പറപ്പ് ആമേൻ അതെ അറിയുന്നവർ ആമേൻ അതെ മുഴങ്ങാൽ മടക്കി സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ചപ്പോ ആമേൻ ദൈവം ആരെന്ന് അറിയുവാൻ, വിശ്വസിക്കുവാൻ ഇടയാകേണ്ടതിന് എന്റെ ആയുസ്സിനെ ദീർഘമാക്കി. ആമേൻ. തുടർ പഠന അനന്തരം ആമേൻ അതെ ഹൂ ഈസ് ഗോഡ്, ദൈവം ആരാണ്? ആമേൻ അതെ ബാച്ചിലർ ഓഫ് തിയോളജി, ദൈവശാസ്ത്രം. ആമേൻ അതെ എനിക്ക് പഠിക്കണം
പഠിക്കണം, അതിയായ ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് ചില വർഷങ്ങൾ ആമേൻ തിയോളജി പരമായി പഠിക്കുവാൻ കർത്താവ് അവസരം നൽകി. ആമേൻ അതെ, പഠനത്തെക്കാൾ ഉപരി അനുഭവത്തിലൂടെ ആമേൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് വെളിപ്പെട്ടു. എങ്ങനെയാ? എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിയ ദൈവത്തെക്കുറിച്ച് ആമേൻ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവമാണ് തീരുമാനിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് തക്കതായ തുണയെ ഒരു പുരുഷന് സമയമായപ്പോൾ ദൈവം കൊടുത്തു. ഞാൻ വിശ്വസിച്ചു, ഞാൻ ഒരു പുരുഷനായി ജീവിക്കുവാൻ കർത്താവ് എന്നെ അനുവദിക്കുന്നെങ്കിൽ എനിക്കും തക്കതായ ഒരു തുണയെ ദൈവം ഒരുക്കുമെന്ന്. 2000 ആമേൻ അതെ മെയ് മാസം 15-ാം തീയതി 10 മണിയായപ്പോൾ ആമേൻ എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവസഭ, ആമേൻ സഭാജനങ്ങൾ, എൻ്റെ നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാർ, ദേശക്കാർ കാണുകെ ഹല്ലേലൂയ എനിക്കൊരു ജീവിത പങ്കാളിയെ ദൈവം നൽകി തന്നു. ഹല്ലേലൂയ. 2000 ആമേൻ അതെ മെയ് മാസം 15-ാം തീയതി 10 മണിക്ക് ഉഭയസമ്മതം ചൊല്ലി ഭാര്യയായി അതെ ഭർത്താവായി ജീവിക്കാൻ തുടങ്ങി. ആമേൻ 2000 കഴിഞ്ഞു, 2001 കഴിഞ്ഞു, 2002 കഴിഞ്ഞു. ആമേൻ തലമുറകളില്ല. സമപ്രായത്തിലുള്ളവരുടെ വിവാഹം കഴിഞ്ഞു. 1-2 തലമുറകളായി. ആമേൻ അതെ ഭാര്യ വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. ആമേൻ സുഹൃത്തുക്കൾ ചോദിക്കാൻ തുടങ്ങി. ആമേൻ ഒടുവിൽ എൻ്റെ ഭാര്യയുടെ മാതാവ് തൃശ്ശൂർ അത്താണി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആമേൻ ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ. അവിടെ ചെന്നപ്പോഴാണ് സംഭവം ഗൗരവമായി ആമേൻ തോന്നിയത്. കാര്യം എന്താ? 13 വയസ്സിൽ ഒരു ഓപ്പറേഷന് വിധേയനായി. അന്ന് എൻ്റെ ശരീരത്തിലെ ആമേൻ പ്രത്യുൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ട ഒരു അവയവം റിമൂവ് ചെയ്യേണ്ടതായി വന്നു. ആന്തരിക അവയവത്തെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ ആ റിമൂവ് ചെയ്തതിന്റെ കാരണത്താൽ ആമേൻ തലമുറ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. ആമേൻ അതെ ചില ദിവസങ്ങൾ പിന്നിട്ടു. ആമേൻ അതെ മുഖത്തോട് മുഖം നോക്കി കരയാൻ തുടങ്ങി. ആമേൻ അതെ ദൈവവചനം പഠിച്ചു, ദൈവവചനം പ്രസംഗിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. പക്ഷേ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകേണ്ട ആ സാഹചര്യങ്ങളിലൂടെ ചില രാത്രികൾ, ചില പകലുകൾ ഹല്ലേലൂയ. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും രണ്ടായി പിരിയാമെന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ വരെ ആമേൻ ഞങ്ങളുടെ ചിന്തകൾ കടന്നു വന്നു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ഭാര്യയും ആമേൻ തിയോളജിപരമായി 1-2 വർഷങ്ങൾ പഠിക്കുവാൻ കർത്താവ് അവസരം കൊടുത്തു. മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ച് ആമേൻ അതെ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് വിധിച്ചവരുടെ മുമ്പിൽ ഹല്ലേലൂയ യേശു സൗഖ്യദായകനെന്ന് വിശ്വസിച്ചു. യേശു കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യം നൽകുന്നവനാണെന്ന് രുചിച്ചറിയുവാൻ കുഞ്ഞനാളിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് കർത്താവ് അവസരം കൊടുത്തു. അങ്ങനെ അതെ തോമസിനെ അതെ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതുപോലെ ഞങ്ങളുടെ അവിശ്വാസത്തെ പുറത്താക്കി വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ആമേൻ അതെ എൻ്റെ അനുജൻ ആമേൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പനെ പിടിച്ച ആമേൻ വട്ടും ചേട്ടനെ പിടിച്ച കിറുക്കും ആമേൻ എനിക്ക് പിടിക്കത്തില്ല. കാരണം ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞ് നടക്കുന്ന അപ്പനെ പോലെ ചേട്ടനെ പോലെ എനിക്ക് ഒക്കത്തില്ല. അധികം വൈകാതെ അപ്പന് പിടിച്ച ആമേൻ കിറുക്കും ചേട്ടനെ പിടിച്ച വട്ടും ആമേൻ എൻ്റെ ആനിയനെ കയറി പിടിച്ചു. ആമേൻ എൻ്റെ അനുജൻ ആമേൻ പ്രീഡിഗ്രി കഴിഞ്ഞ് ആമേൻ അതെ ബയോളജി സയൻസ് എടുത്ത് ആമേൻ ഒരു മെഡിക്കൽ ഡോക്ടർ ആകണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ അതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ആമേൻ അതെ ജീവിക്കുന്നെന്ന് ഉള്ള യാഥാർത്ഥ്യം ആമേൻ തിരിച്ചറിയത്തക്ക വിധത്തിൽ ആമേൻ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി. ആമേൻ അതിന്റെ വെളിച്ചത്തിൽ ആമേൻ എൻ്റെ അനുജൻ എൻ്റെ പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ ചാച്ചൻ അതെ എടുത്ത തീരുമാനം പോലെ ഞാനും എടുക്കുകയാ, എനിക്കും പഠിക്കണം. അങ്ങനെ തുടർന്നുള്ള ആമേൻ ചില വർഷങ്ങൾ അതെ എറണാകുളത്തടുത്തുള്ള ആമേൻ പെലിയൽ ബൈബിൾ സെമിനാരിയിൽ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരം കൊടുത്തു. അങ്ങനെ എൻ്റെ വിവാഹശേഷം ഞാൻ ആമേൻ അതെ എൻ്റെ ഭാര്യയും അതെ കോഴിക്കോട് ജില്ലയിൽ ചെമ്പനോട എന്ന് പറയുന്ന സ്ഥലത്ത് ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയുടെ മുഖത്ത് മടങ്ങി വന്ന് ആമേൻ അതെ കണ്ണൂര് ആമേൻ മഠായി പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ സഹായിച്ചു. ആമേൻ ഇതിനിടയിൽ എൻ്റെ അനുജന്റെ അതെ പഠനം കഴിഞ്ഞ് ആമേൻ അത് ഒരു വിവാഹം കഴിക്കുവാനുള്ള ക്രമീകരണങ്ങൾ സ്വർഗത്തിലെ ദൈവം ഒരുക്കുകയും അങ്ങനെ എൻ്റെ വീട്ടുകാർ ആമേൻ എൻ്റെ ആമേൻ കുടുംബക്കാർ അങ്ങനെ എല്ലാവരും
കൂടെ ചേർന്ന് എൻ്റെ അനുജന്റെ വിവാഹത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. അങ്ങനെ നിലമ്പൂരുള്ള ആമേൻ ഒരു പെൺകുട്ടിയുമായുള്ള വിവാഹം ആമേൻ അതെ ക്രമീകരിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ അകത്ത് ചില ചോദ്യങ്ങൾ, ചില ചിന്തകൾ കടന്നുകൂടി. ആമേൻ. ഞാൻ പറയുന്നത് ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ആമേൻ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുമ്പോൾ ആമേൻ എൻ്റെ മമ്മി ഒരു സൺഡേ സർവീസ് ആരാധനയ്ക്ക് കടന്നു വന്നു. അന്ന് ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി, അനുജന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നല്ലോ. അനുജന്റെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി ആമേൻ അതെ നിങ്ങൾ ആമേൻ അതെ സമയം ചെലവഴിക്കുന്നത് ഞാൻ കാണുകയാണ്. ആമേൻ കുഞ്ഞിനെ കളിപ്പിക്കുന്നു. ആമേൻ അങ്ങനെ അതെ എൻ്റെ അനുജന്റെ കുഞ്ഞുമായി എൻ്റെ വീട്ടുകാർ, എൻ്റെ മാതാപിതാക്കൾ ഒക്കെ സന്തോഷിക്കുന്നത് ഞാനിങ്ങനെ കണ്ട് ഞാൻ പറഞ്ഞു, നോ, അതിന് അതെ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കൊരു കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ അനുജന്റെ വിവാഹം നടത്തി കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല ആമേൻ എനിക്കൊരു കുഞ്ഞുണ്ടാകത്തില്ല എന്നാണെങ്കിൽ ആ കല്യാണം ഞാൻ ഉണ്ടാകത്തില്ല. ആമേൻ. നോക്കണേ, ഞാൻ തോമസിനെ പോലെ കർത്താവിന്റെ ഒരു ശിഷ്യനാണ്. ആമേൻ. പ്രസംഗമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സഭയുണ്ട്, ശുശ്രൂഷയുണ്ട്. പക്ഷേ അന്ന് എനിക്ക് 23 വയസ്സ് പ്രായമാണ്. അന്ന് ആമേൻ 24 വയസ്സ് പ്രായമാണ്. അന്ന് ഞാൻ എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ ആമേൻ ആ ചിന്തയിൽ ആമേൻ ഞാൻ ചിന്തിച്ചിരിക്കവേ എൻ്റെ അകത്ത് ദുഷ്ടപിശാച് ചിന്ത കൊണ്ടുവന്നു. സൂയിസൈഡ്. ആമേൻ, നീ മരിച്ചേര്, നീ എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നേ, നീ എന്തിനാ ഇങ്ങനെ ആമേൻ അതെ അനുഭവമില്ലാതെ കണ്ട് എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ആമേൻ. സ്വന്തം ജീവിതത്തിൽ അനുഭവമില്ലാതെ വരുന്നവരോട് എന്തിനാണ് ആവേശത്തോടെ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ആമേൻ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ശരിയല്ലേ ആമേൻ, എന്തിനാ അനുഭവമില്ലാതെ ഈ ശബ്ദത്തിൽ ആവേശത്തിൽ ഈ വചനം ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ഹല്ലേലൂയ. ചില ദിവസങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും ആമേൻ ചില വീടുകൾ ദൈവ ആമേൻ സാക്ഷ്യമായി ആമേൻ അതെ വിസിറ്റ് ചെയ്തപ്പോ ചിലർ ചോദിക്കും, നിങ്ങൾ പറയുന്ന ദൈവം ആമേൻ അതെ ഇത്ര വലിയ ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ടൊരു തലമുറയെ തരുന്നില്ല? വന്ന മുഖത്തോട് മുഖം നോക്കി കരഞ്ഞ രാത്രിയുടെ യാമങ്ങളുണ്ട്. ഇന്ന് രാത്രിയിലും മുഖത്തോട് മുഖം നോക്കി കരയുന്ന ആരൊക്കെയോ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണാൻ പോകുകയാ. ഞാൻ പറയട്ടെ, ആമേൻ, ദിവസങ്ങൾ കഴിഞ്ഞു. എൻ്റെ മാതാവ് ആമേൻ എൻ്റെ ആ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അതെ മകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിന് ഞാനും എൻ്റെ അനുജനും ഒരു സഹോദരിയുണ്ട്. ഞങ്ങൾ 3 പേരും മക്കളാ. ആമേൻ. മക്കളും പ്രിയമക്കളും ഒക്കെയാ. ആമേൻ. ഞങ്ങൾ 3 പേരും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും മക്കളാ. ആമേൻ. മൂത്തവനും ജീവിക്കണം, ഇളയവനും ജീവിക്കണം, അതെ മകളും ജീവിക്കണം, എല്ലാവരും സന്തോഷിക്കണം. പക്ഷേ ആ സന്തോഷത്തിന് ദുഃഖമായി തടസ്സമായി നിൽക്കുന്നത് മൂത്തവന്റെ ജീവിതത്തിൽ ഒരു തലമുറയില്ലെന്നുള്ളതാ. ആമേൻ. അനുജന്റെ വിവാഹത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ അതെ എൻഗേജ്മെന്റിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തു. ഹല്ലേലൂയ. അതെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറയ്ക്കുകയാ. എൻ്റെ അനുജന്റെ വിവാഹം നടത്തി കൊടുക്കാൻ എൻ്റെ മാതാപിതാക്കൾ തയ്യാറായാൽ സൂയിസൈഡ് അത് മാത്രമാണ് ഞാൻ പരിഹാരമായി കാണുന്നത്. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു. പക്ഷേ എൻ്റെ മമ്മി പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് ആ വേദന സഹിക്കവയ്യാതെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചു, പിതാവേ ആമേൻ അതെ ഒന്നല്ല രണ്ടല്ല അതെ 3 മക്കളെ നീ എനിക്ക് തന്നു. ആമേൻ. അതെ മൂത്തവൻ അതെ ദൈവവചനം പഠിക്കുവാൻ നീ വിളിച്ചു വേർതിരിച്ചു, ദൈവവചനം പഠിച്ചു. അവൻ ഒറ്റയ്ക്കായിരിക്കും നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ കൊടുത്തു. ഒരു തലമുറയില്ലാത്ത കാരണത്താൽ ആമേൻ അവൻ സ്വയം ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. ആമേൻ. ഇളയവന്റെ വിവാഹം ദൈവവചനം പഠിച്ച് കർത്തൃ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് നിൽക്കുന്ന ആമേൻ എൻ്റെ അനുജന്റെ വിവാഹം എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ്. എൻ്റെ പിതാവ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് സകലതും സാധ്യം. സാധ്യമേ എല്ലാം സാധ്യമേ യേശു എൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ എല്ലാം സാധ്യമേ യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ
മുഖാന്തിരം. ഇന്ന് രാത്രി ആമേൻ സംശയിക്കാതെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ ലൈവിലുണ്ടെങ്കിൽ അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളെ സാധ്യമാക്കി നൽകുവാൻ ശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി ആ ദൈവം അയച്ച യേശു കർത്താവിനെ ഈ മീഡിയയിലൂടെ പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി, എന്റെ ആയുസ്സിനെ ദീർഘമാക്കി, ആമേൻ അത് തലമുറ ഉണ്ടാകത്തില്ലെന്ന് അതെ വിധിച്ച ലോകത്ത് ആമേൻ തലമുറയുമായി ഇന്ന് രാത്രിയിലും ഈ മീഡിയയിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എന്നെ ശക്തനാക്കിയ കർത്താവ് ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ശക്തനാണെന്ന് അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നവരുണ്ടാകാം. നിഷേധിച്ചോ ആമേൻ. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ആമേൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആമേൻ സ്വർഗത്തിലെ ദൈവം അത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് അനുഭവത്തിൽ നിന്ന് പറയട്ടെ. ഹല്ലേലൂയ. എന്റെ അനുജന്റെ എൻഗേജ്മെന്റ് ആമേൻ ഏതാണ്ട് അടുത്തു വരികയാ. എന്റെ പിതാവ് ആമേൻ ദൈവശബ്ദം കേട്ടു 40 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ കൃപയാണ്. 40 ദിവസത്തിന്റെ 23ാമത്തെ രാത്രിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആമേൻ ദൈവസന്നിധിയിൽ ഫാസ്റ്റിംഗ് ഈസ് ഫേസ്റ്റിംഗ് വിത്ത് ഗോഡ്. ദൈവത്തിന്റെ കൂടെ ആ പന്തി ഭോജനത്തിൽ ഇരുന്ന് ദൈവം നൽകി തരുന്നത് ഭക്ഷിച്ച് ബലപ്പെടുവാൻ ലഭിക്കുന്ന അവസരമാണ് ഫാസ്റ്റിംഗ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. അങ്ങനെ 40 ദിവസം ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥന? ഭക്ഷണം ഇല്ലാതിട്ടല്ല, ഭക്ഷണമുണ്ട്, അതൊക്കെ മാറ്റിവെച്ച്. നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഇരുന്നാൽ മക്കളെ കിട്ടുമോ? ഓ, അങ്ങനെ ഇരുന്നാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കാൻ ദൈവം നിന്നോട് പറഞ്ഞാൽ നീ ഇരുന്നോണം. നാട്ടുകാരല്ല, കൂട്ടുകാരല്ല, വീട്ടുകാരല്ല, ഉന്നതന്മാരല്ല, ശ്രേഷ്ഠന്മാരല്ല, നായകന്മാരല്ല, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം പറഞ്ഞാൽ എന്ത് ചെയ്തോണം? ഇരുന്നോണം. ഹല്ലേലൂയ. എന്റെ പപ്പ ആമേൻ അത് സ്വീകരിച്ചിരുന്നു. ആമേൻ. ചില ദിവസങ്ങൾ പിന്നിട്ടു. എന്റെ മമ്മി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, നിനക്കൊരു കുഞ്ഞിന് വേണ്ടി നിന്റെ പിതാവ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് നിനക്ക് വന്നുകൂടാ? അന്ന് ഞാൻ കോഴിക്കോട് ജില്ലയിൽ ചക്കിട്ടപ്പാറയിൽ ഞാനും എന്റെ ഭാര്യയും താമസിക്കുന്നു. സഭാജനങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്. ആമേൻ. അതെ, ബഥേൽ ഗോസ്പൽ അസംബ്ലി എന്ന് ദൈവസഭയുടെ കീഴിൽ ശുശ്രൂഷകനായിരിക്കുമ്പോഴാണ് ആമേൻ അങ്ങനെ ആമേൻ ഞാൻ ആമേൻ അതെ ഒരു ഇച്ചിരി പിടിവാശിക്കാരനൊക്കെ ആയതുകൊണ്ട് ആമേൻ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ അപ്പനോട് ഇടപെട്ട ദൈവം എന്നോട് ഇടപെടത്തില്ലേ? ഇന്ന് രാത്രിയിൽ ചില പിടിവാശിയോട് ഇരിക്കുന്ന ആരോടോ സ്വർഗം ഇടപെടുകയാ. ആമേൻ. നിന്റെ പിടിവാശി ആമേൻ ദൈവം കണ്ട്, അതെ തോമസേ, നീ അതെ പാർശ്വത്തിലേക്ക് നിന്റെ വിരൽ നീട്ടി ഒന്ന് തൊട്ട് വിശ്വസിക്കുക. ഇന്ന് രാത്രി അതെ നിന്റെ അവിശ്വാസത്തെ പുറത്താക്കി അതെ ആ ക്രൂശിൽ അതെ യാഗമായവനാണ് ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് അവന്റെ സംശയത്തെ ദൂരീകരിച്ച് അവനെ വിശ്വാസിയായി തുടരുവാൻ കേരളത്തിൽ ഇന്ത്യയിൽ എത്തിച്ച സ്വർഗത്തിന് ദൈവം അതെ നിന്നെ അതെ മഹിമ കണ്ട സാക്ഷിയെ അയക്കാൻ പോകുകയാണ്. സംശയിക്കുന്ന നിന്നോടാ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ പറയുന്നത്. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ? വേലയ്ക്ക് വിളിയുണ്ടോ? ദൈവം വിളിച്ചിട്ടാണെങ്കിൽ ആമേൻ അതെ ഇങ്ങനെ പരാക്രമശാലിയായ ഗിദെയോനെ ഈ ബലത്തോടെ നീ പോ. മുന്തിരിച്ചക്കിന്റെ കീഴ് ഗോതമ്പ് മണി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ശത്രുപക്ഷം അത് കൊണ്ടുപോകാതെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുവോ? ഹല്ലേലൂയ. നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ആ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങി. എൻ്റെ ഭാര്യയോട് ദൈവം ഇടപെട്ടു, എൻ്റെ പെങ്ങളോട് ദൈവം ഇടപെട്ടു. ആമേൻ. എൻ്റെ പെങ്ങൾ വിളിച്ചു, അപ്പനും അമ്മയും ഇരിക്കുന്ന കൂടെ ഞാനും ഇരിക്കുക, ചാച്ചന് വന്നൂടെ? ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് വേണ്ടി ഇരിക്കുന്ന ആ ഉപവാസ പ്രാർത്ഥനയിൽ പോയിക്കൂടെ? എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ പൊക്കോ. ഹല്ലേലൂയ. അവളെ കൊണ്ടുവിട്ടു. ആമേൻ. പിടിവാശിക്കാരനായിരുന്ന എന്നോട് സ്വർഗത്തിലെ ദൈവം ഇടപെടും. ഹല്ലേലൂയ. ആർക്കും ആമേൻ. എല്ലാം ഉണ്ടായിട്ട് ആമേൻ അതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ആർക്കു വേണ്ടി? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി, എനിക്കൊരു കുഞ്ഞിന് വേണ്ടി. ആ ശബ്ദത്തിന് മുമ്പിൽ ഞാനും ഇരുന്ന് കേട്ടോ. ആമേൻ. 7 ദിവസമേ, അവസാനത്തെ 7 ദിവസമേ ഇരുന്നുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. എൻഗേജ്മെന്റിന്, എൻ്റെ അനുജന്റെ എൻഗേജ്മെന്റിന് പോകുമ്പോൾ എൻ്റെ ഭാര്യ 3 മാസം ഗർഭവതിയാണ്.
ഹല്ലേലൂയ. എന്നിലൂടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ എന്നോട് ഇടപെട്ടു, വിശ്വസിച്ചു. സ്വർഗത്തിലെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പോൾ പാലക്കാട് എന്നുള്ള ശബ്ദം ദൈവം കേൾപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ 6 മാസം പ്രായമുള്ള ആ പെൺകുഞ്ഞിനെയും കൊണ്ട് പാലക്കാടേക്ക് വന്നു. ഞാനും എൻ്റെ മാതാവും പിതാവും എൻ്റെ ആമേൻ അതേ അനുജൻ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് വന്നിറങ്ങി. ആമേൻ. വരാമെന്ന് പറഞ്ഞവരെ കണ്ടില്ല, ക്രമീകരിക്കാമെന്ന് പറഞ്ഞ ക്രമീകരണങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ പിതാവിനോട് ചോദിച്ചു, എടാ ആമേൻ, നീ വന്ന് എല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് ഈ കൈക്കുഞ്ഞിനെ കൊണ്ട് പോന്നപ്പോഴായിരുന്നു അബ്രഹാമിനോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെയും സഹോദരന്റെ പുത്രനായ ലോത്തിനെയും കൂട്ടി ഇറങ്ങിയെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇറങ്ങിയത് വൃഥാവായില്ലെന്ന് ഞാൻ പറയട്ടെ. ഇറങ്ങി ആമേൻ ഇന്നും പാലക്കാടിന്റെ മണ്ണിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യനല്ല സപ്പോർട്ടായി ഇന്നും കൂടെയുള്ളത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്ന് ജീവിതത്തിലൂടെ അനുഭവിച്ച് രുചിച്ച് അറിയുവാൻ ഇടയായി തീർന്നത് കൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നെന്നറിയാമോ? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, അതിന് മറുപടി സത്യവേദ പുസ്തകത്തിനകത്തുണ്ട്. ആമേൻ. എൻ്റെ മൂത്ത മോള് ഇന്ന് +2 പഠിക്കുകയാണ്. ആമേൻ. റുഹമ മോൾ ഷിജു. ആമേൻ. എൻ്റെ രണ്ടാമത്തെ മോൾ 9 വർഷത്തെ ഗ്യാപ്പുണ്ട്. ആമേൻ. ഗ്യാപ്പ് ഇട്ടതല്ല, ആമേൻ ശ്രമിച്ചു നോക്കി, നടന്നില്ല. മൂത്ത മോൾക്ക് ആമേൻ 4 വയസ്സ് കഴിഞ്ഞു. ആമേൻ 5 വയസ്സ് കഴിഞ്ഞു. അനുജന് ആമേൻ മക്കൾ 3ആയി. ആമേൻ. ആമേൻ. ഏക സഹോദരിക്ക് മക്കൾ 3ആയി. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ 5 വയസ്സ് പ്രായമുള്ള മൂത്തവൾ ചോദിച്ചു, പപ്പയ്ക്ക് മാത്രമെന്ന ഒരാൾ. ഹല്ലേലൂയ. പപ്പയുടെ അനുജന് 3 പേരുണ്ടല്ലോ. പപ്പയുടെ ആമേൻ അതെ പെങ്ങൾക്ക് 3 പേരുണ്ടല്ലോ. പപ്പയ്ക്ക് മാത്രമെന്താ ഒരാൾ. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ഞാനാ മൂത്തത് കേട്ടോ. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശേഷമായിരിക്കണമല്ലോ എൻ്റെ താഴെയുള്ളവർക്ക് മക്കളുണ്ടാവാൻ. പക്ഷേ ആമേൻ സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് അനുഭവത്തിലൂടെ ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ പ്രസംഗിക്കുവാൻ ദൈവം ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ വേർതിരിച്ചതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ആമേൻ എൻ്റെ ആമേൻ അതെ മൂത്ത കുഞ്ഞിനെ 6 മാസമായപ്പോൾ പാലക്കാട് വന്നപ്പോൾ ആമേൻ സ്ഥലത്ത് ആമേൻ ദൈവം ഞങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ചോദ്യം, ആ ചോദ്യത്തിന്റെ മുമ്പിൽ പിന്നെയും പതറാൻ തുടങ്ങി. ആമേൻ. മോറിയാമലയിലേക്ക് കയറിയ അബ്രഹാമിനോട് മകൻ ചോദിച്ച ചോദ്യത്തിന് അബ്രഹാം പതറിയില്ല. പക്ഷേ അനുഭവമുണ്ടെങ്കിലും ചെറുപ്രായമായതുകൊണ്ട് ആമേൻ അതേ ഇടറത്തക്ക വിധത്തിൽ പതറത്തക്ക വിധത്തിൽ കുഞ്ഞിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ ആമേൻ അത് എങ്ങനെ മറുപടി പറയണമെന്ന് അറിയാതെ. ഹല്ലേലൂയ. വിശ്വാസം പ്രസംഗം ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനെ പിടിച്ച് ഹോസ്പിറ്റലുകളിലൂടെ കയറി ഇറങ്ങി പെരുവമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ ഒരു ആമേൻ അതേ ലാബോറട്ടറിയിൽ ആമേൻ അതേ ഡോക്ടറെ നിർദ്ദേശപ്രകാരം പോയി നോക്കി. ആമേൻ തലമുറ ഉണ്ടാകത്തില്ല, കാരണം അതിനുള്ള സാധ്യതയില്ല. ആമേൻ അതേ 1 അല്ല 2 അല്ല 3 അല്ല പല ആവർത്തി. ആമേൻ. എന്നാൽ പറയട്ടെ 9 വർഷത്തിന് ശേഷം ആമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആമേൻ രണ്ടാമതൊരു പെൺകുഞ്ഞിനെ കൂടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. ആമേൻ. റൂത്ത് മോൾ ഷിജു, അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർ രണ്ടുപേരുമാണ് ഈ ദിവസങ്ങളിൽ എന്നോടൊപ്പം ഇന്ന് രാത്രിയിലും ആദ്യമായി ആമേൻ പാടുവാൻ കൊണ്ടും ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തുടക്കത്തിൽ ആമേൻ പാടി ആരാധിച്ചത് ഹല്ലേലൂയ എൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ഭയത്തോടെ, ആ സംശയത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സംശയത്തെ ദൂരീകരിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ജീവിക്കുന്നുവെന്നുള്ള സന്ദേശം ഈ ലൈവിലൂടെ വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കുവാൻ, അത് സമർപ്പിക്കുവാൻ അത് താല്പര്യമുള്ളവർ ഇന്ന് രാത്രി സമർപ്പിക്കുവാൻ തയ്യാറായിക്കോ, വിശ്വസിക്കുവാൻ തയ്യാറായിക്കോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മൂത്ത മോൾ ആമേൻ SSLC പരീക്ഷ എഴുതുന്ന സമയമായപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ അത് മുൾമുന
മുൾമുനയിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ടു. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിലും ആമേൻ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അത് എൻ്റെ കുഞ്ഞ്, നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ കുഞ്ഞിന്റെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. അതെ, സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ആമേൻ ആമേൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ താൻ കർത്താവും ദൈവമാണെന്ന് തോമസിനോട് കർത്താവ് സമ്മതിക്കുക. ഞാൻ മാത്രമേ ഉള്ളെന്നേ കർത്താവ്. ഹല്ലേലൂയ. താൻ കർത്താവും ദൈവമാണെന്ന് യേശു അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ അവനിത് ചെയ്യുമായിരുന്നു എന്ന് ഹല്ലേലൂയ ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ യേശുവിന് അറിയാമായിരുന്നു ഞാൻ ആരാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് അറിവുണ്ട് ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു സാധാരണക്കാരനല്ല. അന്ധകാലത്തിൽ കിടന്ന എന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാക്കി എന്നെ അഭിഷേകം ചെയ്ത ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് തിരിച്ചറിവുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർ നല്ല മനുഷ്യരാണെങ്കിൽ ഹല്ലേലൂയ ദൈവിക ബഹുമതികൾ എന്തിരുന്നു ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തെങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ഞാൻ അറിയിക്കുന്നതും അത് തന്നെയാണ്. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പ്രിയരെ, ഞാൻ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ, വേദനകൾ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾ വിശ്വാസമുള്ളവരാണോ വിശ്വാസമില്ലാത്തവരാണോ? ഹല്ലേലൂയ. തോമസും അതെ യേശുക്രിസ്തുവിൻ തമ്മിലുണ്ടായ ആമേൻ അതെ ആ കൂട്ടിമുട്ടലിൽ, ആ കണ്ടുമുട്ടലിൽ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ യേശു ആമേൻ ഭയപ്പെട്ടിരിക്കുന്ന റൂമിനകത്ത് വാതിലടച്ച് യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം അതേ ജീവിക്കുവാൻ ആര് സമർപ്പിക്കും? ആമേൻ. യോഹന്നാൻ 20:29 പ്രശ്നമോ വേദനയോ വെല്ലുവിളിയോ അല്ല, യേശുക്രിസ്തുവിനെ നോക്കുക. നിന്റെ പ്രശ്നത്തെ നോക്കുന്നതിനേക്കാൾ ഉപരി, നിന്റെ വെല്ലുവിളിയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി, നിന്റെ രോഗത്തെ വലുതായി കാണുന്നതിനേക്കാൾ ഉപരി ഇന്ന് രാത്രി ആമേൻ ആ ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നവർ അതെ അടയാളമായി ഇറങ്ങി വന്ന് നിൽക്കുന്നത്. തോമസേ, നിന്റെ വിരൽ തൊട്ട് നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ കർത്താവിനെ എത്ര പേർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി? യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. വെല്ലുവിളികളോ വേദനകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ എനിക്കും നിങ്ങൾക്കും വിശ്വാസത്തിൽ വളരാനോ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുവാനോ കഴിയില്ല എന്ന് തിരിച്ചറിയുക. ഇന്ന് രാത്രി അങ്ങനെ തിരിച്ചറിയുന്നവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്നത്തെ വെല്ലുവിളികൾ, ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ രോഗങ്ങൾ, ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ കഷ്ടതകൾ, ദാരിദ്ര്യം, ആമേൻ, ഇതെന്തിനു വേണ്ടിയാ? വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുവാനാ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ വിവാഹാനന്തരം എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തലമുറകൾ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചതാ, ലഭിച്ചില്ല. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇന്ന് അങ്ങനെ ആഗ്രഹിച്ചവരെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ നിരാശ
നിരാശയെ മാറ്റുവാൻ ഉതകുന്ന യേശു കർത്താവിനെ, ഓ ദൈവത്തെ ആമേൻ പ്രസംഗിക്കുവാൻ, അനുഭവത്തിലൂടെ ശുശ്രൂഷിക്കുവാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സന്തോഷിക്കുന്നതിലൂടെയും അവൻ നിങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾ അവനെ നിരന്തരം ആമേൻ അതെ ആരാധിക്കുവാൻ എന്നെ നിങ്ങളെ പ്രാപ്തരാക്കും. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ വിശ്വാസം ആമേൻ നിരന്തരമായി നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ വിശ്വാസത്തിന് പ്രതിഫലം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം. ആമേൻ മെസ്സേജിന്റെ അവസാന സമയത്തേക്ക് അടുക്കുകയാണ്. അവസാന ആമേൻ അതേ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. അവസാന പോയിന്റിലേക്ക് എത്തുകയാണ്. ആമേൻ. എബ്രായ ലേഖനം 11-6. ആമേൻ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇന്ന് രാത്രി നിനക്ക് പണമുണ്ടാകാം, നിനക്ക് കഴിവുണ്ടാകാം, നിനക്ക് പ്രാപ്തി ഉണ്ടാകാം, നിനക്ക് പറയത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. ആമേൻ. ഗ്ലാമർ ഉണ്ടാകാം, കളർ ഉണ്ടാകാം, ആമേൻ എല്ലാം ഉണ്ടാകാം. പക്ഷേ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണമെങ്കിൽ അതൊന്നും പോരാ. പിന്നെന്ത് വേണം? വിശ്വാസം. ഹല്ലേലൂയ. കേവലം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അവിശ്വാസം ദൈവത്തിന് അവഗണിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ തെറ്റല്ല, ഒരു തരം നിർഭാഗ്യവുമല്ല. പിന്നെയോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഹൃദയത്തിൽ ആമേൻ അടിക്കുന്ന മാരകമായ പാപമാണത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ദൈവവുമായി അടുക്കാതിരിക്കുവാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അവിശ്വാസത്തിന്റെ വിത്തുകൾ പാകി ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ദുഷ്ട പിശാചിന്റെ പ്രേരണ, അതേ പാപം. ഹല്ലേലൂയ. ആമേൻ. അവൻ മനുഷ്യനും അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഹൃദയത്തിൽ അടിക്കുന്ന മാരകമായ പാപമാണ്. ദൈവത്തിനും ആമേൻ അതെ വെളിച്ചത്തിനും പകരം പാപത്തിനും അന്ധകാരത്തിനുമായി ഒരു വ്യക്തിയുടെ ആന്തരിക തെരഞ്ഞെടുപ്പാണിത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെയും ദൈവപുത്രനെയും നിരസിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം അർഹിക്കുന്നത് പോലെ അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇന്ന് രാത്രി വചനത്തെ നിരസിക്കുന്നവരുണ്ടാകാം, ദൈവത്തെ നിരസിക്കുന്നവരുണ്ടാകാം, യേശുവിനെ നിരസിക്കുന്നവരുണ്ടാകാം, അവന്റെ അനുയായികളെ പുച്ഛിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരുടെ നടുവിലും അവിശ്വാസിയാകാതെ വിശ്വാസിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ലൈവിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അത് വിശ്വസിക്കുന്ന അത് നിന്റെ പ്രാർത്ഥന നിമിത്തം അത് കല്ലറയ്ക്കകത്ത് പുഴുവരിക്കാൻ അതേ സമയമായി തുടങ്ങിയ ലാസറിനെ ആമേൻ പുറത്തു കൊണ്ടുവന്നവൻ, ആമേൻ സഭയുടെ വിശ്വാസത്തോടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ആമേൻ കേട്ട് ആമേൻ തല ഛേദിക്കുവാൻ കാരാഗൃഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുന്ന പത്രോസ് 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പുവാതിലും തുറന്ന് ആമേൻ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിച്ചതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന മാതാവേ പിതാവേ യേശു കർത്താവിന്റെ കാലത്ത് അത് പുരുഷാര നിമിത്തം അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ജനം തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേ 4 പേർ ആമേൻ ഒരു പക്ഷപാതക്കാരനെ കിടക്കയോടുകൂടെ എടുത്തുകൊണ്ട് വന്നു. ആമേൻ അവർ നോക്കിയപ്പോ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. അവരെന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നെന്ന് അറിയാമോ? ആമേൻ അവർ മേൽക്കൂര പൊളിച്ചു. ആമേൻ ആ കിടക്കയോട് കൂടെ ആമേൻ അത് യേശുവിന് ആയിരിക്കുന്നിടത്ത് ഇറക്കി വെച്ചു. ആമേൻ അതെ ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ആമേൻ ആ പക്ഷപാതക്കാരനായ രോഗിയെ യേശു കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് രാത്രി സഹോദര നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഇന്ന് രാത്രി ചിലർ വിടുവിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുക. ഹല്ലേലൂയ. എന്നാൽ ആമേൻ സൗഖ്യമായ പക്ഷപാതക്കാരനോട് പറഞ്ഞു, ഇനി മേല പാപം ചെയ്യരുത്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഇന്ന് രാത്രി ചിലരുടെ പ്രാർത്ഥന നിമിത്തം ചില തലമുറകളെ വിടുവിക്കുകയാ. തലമുറകളോട് ആമേൻ ഒരു ഉപദേശം, ആമേൻ നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസോടെ ഇരിക്കുവാനും നിന്റെ അമ്മ അപ്പന്മാരെ കർത്താവിൽ എന്നപോലെ അനുസരിപ്പീൻ. ഹല്ലേലൂയ. സ്വത്രം പറയുവാൻ കഴിയുന്നവർ ആമേൻ
ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ആമേൻ. ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. എത്രയോ നാളുകളായി ആമേൻ കൃപയാൽ 24 പരം വർഷമായി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കായി കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ആമേൻ അതെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ആമേൻ. അനവധി നിരവധി പേരെ ഈ ബലഹീനമായ കരം കൊണ്ട് സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. ആമേൻ. അവരിൽ ചിലർ ഇന്ന് കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ആമേൻ അതേ മുൻനിരയിൽ നിന്ന് കർത്താവിന്റെ വേലയിൽ ആമേൻ ആയിരിക്കുന്നു. അതെല്ലാം ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതും നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളതും നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ന്യായവതി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇന്ന് രാത്രിയിലും വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നവരുണ്ട്. എന്താ ഇരുള്? തപ്പിത്തടയ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ആമേൻ മരുമക്കൾ, ആമേൻ കുടുംബം, സഹോദരങ്ങൾ തമ്മിൽ തിരിച്ചറിയാത്ത അവസ്ഥയല്ലേ ഇരുള്? ഹല്ലേലൂയ. ഇരുളാണോ വലുത്? വെളിച്ചമാണോ? വെളിച്ചം. അതെങ്ങനെ മനസ്സിലാകും? ഹല്ലേലൂയ. ഇരുള് ഉള്ളെടുത്ത് ഒരു വെളിച്ചം കത്തിച്ചാൽ ഇരുളെത്തിയെന്നോ ഇല്ലാതാകുന്നു. ഹല്ലേലൂയ. അപ്പോ ഇരുളിനെ വെളിച്ചം എന്ത് ചെയ്യാണ്? ഇല്ലാതാക്കുകയാണ്. ഹല്ലേലൂയ. ഈ പാപാകുലമായ ലോകത്ത് സാക്ഷാൽ ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞവൻ കർത്താവായ യേശു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ചൊരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ ആമേൻ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ട് അവനെ അംഗീകരിക്കാതെ ബറോബാസിനെ വിട്ടു തരിക, ഇവനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ച് ആമേൻ. നോക്കുക, ഇന്ന് രാത്രിയിലും ഇത് നിഷേധിക്കുന്നവരുണ്ടാകും. അവിശ്വാസിയാണ്. വിശ്വാസിയായിരിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. ഇന്ന് ലോക രാജ്യങ്ങളിൽ അനേകര് മരണപ്പെട്ടു കഴിഞ്ഞു. എന്താ കാര്യം? COVID-19 മഹാമാരി എന്ന ദുരിതം. ഹല്ലേലൂയ. അതെ, ഇന്നും ഇന്ത്യ മഹാരാജ്യത്തെ അതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ദൈവങ്ങളുടെ അല്ലെ നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഹല്ലേലൂയ എല്ലാവരും അതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കാരണം എന്താ? കൊറോണ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാ. മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാ. ആ മരണം കൊണ്ട് തീരുന്നില്ലെന്ന്. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. ഇന്ന് രാത്രി ഇത് നിഷേധിക്കുന്നവരും നിഷേധിക്കാത്തവരുമുണ്ട്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണത്തക്ക വിധത്തിൽ തോമസേ വീടിനകത്ത് ഭയപ്പെട്ട് ഡോറടച്ചിരിക്കുന്നിടത്ത് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട, ആ വിരലിങ്ങോട്ട് നീട്ട്, ആമേൻ തുടർന്ന് ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുക. യേശു ജീവിക്കുന്നു. ഒന്ന് ധൈര്യത്തോടെ ഇറങ്ങ്. ആമേൻ വിശ്വസിക്ക്. ആമേൻ നീ വിശ്വസിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണത്തക്ക വിധത്തിൽ ഇന്ന് രാത്രിയിലും പ്രവർത്തിപ്പാൻ ശക്തനായവൻ. ഹല്ലേലൂയ. ഓ റമശതേ ലേഖേസി സകല നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായി. ഹല്ലേലൂയ. ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടിരുത്താന്ന് പറഞ്ഞേ. ദുഷ്ടന്മാരെ കൊണ്ടിരുത്താന്നല്ല, പാപികളെ കൊണ്ടിരുത്താന്നല്ല, പരിഹാസികളെ കൊണ്ടിരുത്താന്നല്ല, വിശുദ്ധന്മാരെ കൊണ്ടിരുത്താന്ന. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശുദ്ധന്മാരായിരിക്കുന്നവർ, ഹല്ലേലൂയ, നീതിയോടെ, അതെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന അഭിഷേകന്മാർ, ദൈവമക്കൾ, ഇന്ന് രാത്രി പ്രത്യാശയോടെ ജീവിക്കുന്നവർ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ട്. ഹല്ലേലൂയ. വിശ്വാസം രണ്ട് കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ബൈബിളിൽ അങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആൾക്ക് അവൻ എന്ത് ചെയ്യുന്നു? പ്രതിഫലം നൽകുന്നു. ഹല്ലേലൂയ. രണ്ട്, ആമേൻ, അതെ, അദൃശ്യനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഭാവി. ഹല്ലേലൂയ. പ്രതിഫലം. ആമേൻ. എപ്പോ? ഭാവിയിൽ. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ഇന്ന് രാത്രി എത്ര പേർ ആശിക്കുന്നു? ആമേൻ. പ്രതിഫലം നീ കൈകൊണ്ട് എടുത്ത് അനുഭവിക്കുവാൻ പോകുകയാ. ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ? കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 44:6. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായവൻ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ രാജാവായ യഹോവേ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവേ ഇപ്രകാരം ആമേൻ അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമാണ്, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. ഞാൻ യഹോവയാകും, മറ്റൊരുത്തനുമില്ല. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. മോശ കുഞ്ഞ് ജനിച്ചപ്പോൾ കൊന്നു കളയണമെന്നുള്ള ഭീഷണിയും കൽപ്പനയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടു. ആ കുഞ്ഞുനാളിൽ ആമേൻ ആ നൈൽ നദി മുങ്ങിപ്പോകാതെ ആമേൻ ആ കൊന്നുകളയുമെന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ വളരുമാറാക്കിയ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ജനനത്തിങ്കൽ തന്നെ നിന്നെ കൊന്നുകളയണമെന്ന് ഭീഷണി മുഴക്കിയ ശത്രുവിന്റെ രാജ്യത്ത് തന്നെ അത് ലജ്ജിക്കാതെ കണ്ട് നാളിതുവരെ തലയുയർത്തി നിൽക്കുക. നിന്നെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ നായകനായി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഹല്ലേലൂയ. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാണ്. യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഞാനല്ലാതെ നീതിമാൻ ഒരു ദൈവവും രക്ഷിതാവുമില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി നസ്രേത്തുകാരൻ എന്നറിയപ്പെടുന്ന വിധത്തിൽ മറിയയുടെ ഉദരത്തിലൂടെ ജനിച്ച കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി ചരിത്രം തിരുത്തി കുറിച്ച കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. അതേ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ആ കർത്താവ് പറഞ്ഞു: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. ഭയപ്പെട്ടിരിക്കുന്ന അനുഭവമാണ്. 100 ചോദ്യങ്ങളുണ്ടോ? യാചിപ്പീ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തോമസിന് ആമേൻ വെളിപ്പെടുത്തി കൊടുത്ത് ആ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ആ കർത്താവ് പറയുകയാണ്, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ കണ്ണുകളും അടയട്ടെ. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവനെ തുറക്കുക. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി നന്ദി. ഞങ്ങളുടെ പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനായി ആമേൻ അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രി വിശ്വാസമുള്ളവരായി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ചുവടുകൾ വെക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി സമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും അനുകൂലമായി ചലിക്കട്ടെ. അവിടുത്തെ ആത്മാവിനെ പകർന്നാട്ട് ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണം, ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കണം, തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുവോ, സമാധാനമില്ലാതായിരിക്കുന്നുവോ, ആ വിഷയത്തിനകത്ത് ദൈവം സമാധാനമായി മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള നന്ദി വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ കൂട്ടായ്മയിൽ സഹകരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യൂ. വാട്സാപ്പ് നമ്പറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം മറക്കാതെ നിങ്ങൾ ചെയ്യണേ, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾക്കുണ്ട്. ഇന്നത്തെ സ്മാർട്ട് ഫോൺ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് പഠിക്കണമെങ്കിൽ സ്മാർട്ട് ഫോൺ ആവശ്യമാകും. അശ്ലീലത നിറഞ്ഞതായ വീഡിയോ ക്ലിപ്പുകൾ അവർ ആഗ്രഹിക്കാതെ തന്നെ കാണേണ്ടി വരുന്നത് വളരെ സങ്കടകരമായ കാര്യമല്ലേ? ദൈവം കൊടുത്ത ദർശനത്തിനും കൃപയ്ക്കും അനുസരിച്ച് ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ, ദൈവമക്കൾ യൗവനക്കാരികൾ, കുഞ്ഞുങ്ങൾ പാടുകയും പ്രസംഗിക്കുകയും വിവിധ നിലകളിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കുന്ന നിരവധി വീഡിയോ ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നു. കർത്താവിന്റെ ദാസി എൻ്റെ ഭാര്യ ഷീജ ഷിജു വെള്ളിയാഴ്ചകളിൽ അതേ വചനം ശുശ്രൂഷിക്കുന്നു. അതേ എൻ്റെ കുഞ്ഞുങ്ങൾ പാടുന്നു. ദൈവം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് വചനം ശുശ്രൂഷിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ കൂടെയുള്ള മറ്റ് നിരവധി ദൈവദാസന്മാരൊക്കെ അതിനെ ശുശ്രൂഷിക്കുന്നൊക്കെയുണ്ട്. അതേ യൂട്യൂബ് ചാനലായ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം അമർത്തിക്കുലുക്കി പ്രതിഫലം തരും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗുഡ് നൈറ്റ്. ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് വീണ്ടും കാണാം. ശുഭരാത്രി.